അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവെന്നും അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നത് പോലെ ബൈബിളിലും പല സ്ഥലങ്ങളിലും ഇതേ വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നാം മത്തായി 11:25 പറഞ്ഞത് കഴിഞ്ഞു. അടുത്തത് 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കർമ്മേൽ മല വെച്ച് അദ്ദേഹം, അതായത് ഏലിയാവ്, ബാലിന്റെ പ്രവാചകന്മാരെ വെല്ലുവിളിക്കുകയും ജനങ്ങളോട് യഹോവയാണോ ദൈവം, അവനെ പിൻചൊല്ലുക, ബാലാണെങ്കിൽ അവനെ പിൻചൊല്ലുക എന്ന് പറയുകയും ചെയ്തു എന്ന് കാണാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ ഈ ഏലിയാവ് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഇല്യാസ് നബി അലൈഹിസ്സലാമിനെയാണ്. ഈ ഇല്യാസ് നബി അലൈഹിസ്സലാം ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനാണ്. അത് ബൈബിളിലും പറയുന്നുണ്ട്, പരിശുദ്ധ ഖുർആനിലും പറയുന്നുണ്ട്. അപ്പോൾ അവർ ആരാധിച്ചിരുന്നത് ബാൽ എന്ന് പറയുന്ന ദൈവത്തെ, വിഗ്രഹത്തെയായിരുന്നു. മഴ, കൃഷി, ഇതിനൊക്കെ ഈ ബാലിനെ ആരാധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ബഹുദൈവ ആരാധകരായിരുന്നു. അപ്പോൾ ഏലിയാവ്, നിങ്ങൾ യഹോവയെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവരെ പിൻപറ്റുക എന്നാണ് അവിടെ പറഞ്ഞത്. ഇല്യാസ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഈ ഏലിയാവ് എന്ന് പറയുന്ന ഇല്യാസ് നബി അലൈഹിസ്സലാം, നിങ്ങൾ ബാൽ എന്ന വിഗ്രഹത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ഏറ്റവും നല്ല സൃഷ്ടികർത്താവിനെ വിട്ടുകളയുകയുമാണോ? പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അതേ വാചകങ്ങൾ തന്നെയാണ് കർമ്മേൽ മലയിൽ വെച്ച് അദ്ദേഹം, ഏലിയാവ്, ബാലിന്റെ പ്രവാചകന്മാരെ വെല്ലുവിളിക്കുകയും ജനങ്ങളോട് യഹോവയാണോ ദൈവം, അവനെ പിൻചൊല്ലുക, ബാലാണെങ്കിൽ അവനെ പിൻചൊല്ലുക എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഇവിടെയും അള്ളാഹുവിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഈ യഹോവ തന്നെയാണ് അള്ളാഹു എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടും അള്ളാഹുവിനെ ആരാധിക്കാതെ യേശുവിനെ ആരാധിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളെ നമുക്ക് കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ ഇവർ സത്യത്തെ മനസ്സിലാക്കാതെ പോയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ ചിന്തിച്ച് ഏകനായ പടച്ച തമ്പുരാനെ, ഈ ഏലിയാവ് പറഞ്ഞ സൃഷ്ടാവിനെ ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ അവരെയും നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.